നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. 41 വയസ്സിൽ കളി തുടരുന്ന ആളുകളെ കുറിച്ച് നമ്മൾ വലിയ രൂപത്തിൽ പറയാറുണ്ടല്ലോ. അത് അങ്ങനെ തന്നെ പറയേണ്ട ഒരാളാണ് തിയാഗോ സിൽവ. തിയാഗോ സിൽവ ഏഷ്യയിലെ ഏതെങ്കിലും ലീഗിലൊന്നുമല്ല, ഇപ്പോഴും യൂറോപ്പിൽ തന്നെ കളിക്കുകയാണ്. ഇടയ്ക്കൊന്ന് ബ്രസീലിൽ പോയി, വീണ്ടും യൂറോപ്പിൽ പോർട്ടോയിലാണ് ഇപ്പോൾ കളിക്കുന്നത്. അപ്പോൾ തിയാഗോ സിൽവ 1000 മത്സരങ്ങൾ പിന്നിട്ടിരിക്കുന്നു. യെസ്, ഡിഫൻഡറായ തിയാഗോ സിൽവ തൻ്റെ കരിയറിൽ 1000 മത്സരങ്ങൾ പൂർത്തിയാക്കിയത് ഇന്നലെ നടന്ന യൂറോപ്പ ലീഗ് മത്സരത്തിലാണ്. യൂറോപ്പ ലീഗിൽ അദ്ദേഹം ഫുൾ ടൈം കളിച്ചു. VfB സ്റ്റുട്ട്ഗർട്ടിനെതിരെ FC പോർട്ടോ 2-0 വിജയിച്ച മത്സരത്തിൽ അദ്ദേഹം ഫുൾ ടൈം കളിച്ചു. മികച്ച പ്രകടനം തന്നെ നടത്തി. തിയാഗോ സിൽവ ഇപ്പോൾ 1000 കരിയർ മത്സരങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു. അതായത് PSG വേണ്ടി അദ്ദേഹം 315 മത്സരങ്ങളാണ് കളിച്ചത്. ഫ്ലുമിനൻസിന് വേണ്ടി 213 മത്സരങ്ങൾ, ചെൽസിക്ക് വേണ്ടി 155 മത്സരങ്ങൾ, AC മിലാന് വേണ്ടി 119 മത്സരങ്ങൾ, ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള യുവൻറ്റൂഡയ്ക്ക് വേണ്ടി 30 മത്സരങ്ങൾ, RSFCക്ക് വേണ്ടി 25 മത്സരങ്ങൾ, അതുപോലെ FC പോർട്ടോക്ക് വേണ്ടി അദ്ദേഹം പോർട്ടോയുടെ B ടീമിന് വേണ്ടി 14 മത്സരങ്ങൾ, ഇപ്പോൾ പോർട്ടോക്ക് വേണ്ടി 8 മത്സരങ്ങൾ, ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി 121 മത്സരങ്ങൾ, ഇൻക്ലൂഡിങ് 8 ഗെയിംസ് ഫോർ ഒളിമ്പിക് ടീം. അങ്ങനെയാണ് അദ്ദേഹം 1000 എന്നുള്ള കണക്ക് പിന്നിട്ടിരിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹം യൂറോപ്പ ലീഗിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം വേൾഡ് കപ്പ് കളിക്കണമെന്ന് അദ്ദേഹത്തിന് ഇനിയും മോഹമുണ്ട്. അദ്ദേഹം അത് തുറന്നു പറഞ്ഞു. പക്ഷേ അതിനുവേണ്ടി ആഞ്ചലോട്ടിയെ പ്രഷർ ചെയ്യാനോ ആഞ്ചലോട്ടിയോട് നേരിട്ട് സംസാരിക്കാനോ ഒന്നും താനില്ല. തൻ്റെ നിലവാരം എന്താണ്, തനിക്ക് എങ്ങനെ കളിക്കാൻ കഴിയും എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ആഞ്ചലോട്ടിക്ക് അറിയാം. തന്നെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആളുകളിൽ ഒരാളാണ് ആഞ്ചലോട്ടി. തീരുമാനം അദ്ദേഹത്തിന് വിടുന്നു എന്നാണ് തിയാഗോ സിൽവ പറഞ്ഞത്. പക്ഷേ നമുക്കറിയാം, ബ്രസീലിയൻ ടീമിൻ്റെ സെൻറ്റർ ബാക്ക് എന്നുള്ള പൊസിഷൻ ഇപ്പോൾ ഓൾമോസ്റ്റ് ഫിറ്റാണ്. അത് കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് എത്ര മിനിറ്റാവോ പരിക്ക് മാറി വന്നാൽ അദ്ദേഹത്തെ തിരികെ ടീമിലേക്ക് എടുക്കും. പിന്നെ ഗബ്രിയൽ മെഗല്ലസും അതുപോലെ തന്നെ മാർക്കിഞ്ഞോസും ഒക്കെ അവിടെയുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലേക്ക് ഇനിയിപ്പോൾ 41 വയസ്സുള്ള തിയാഗോ സിൽവയെ ആഞ്ചലോട്ടി പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ്. ആഞ്ചലോട്ടിയുടെ രീതി അതാണല്ലോ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.